പെട്ടെന്ന് നമുക്കൊരു ലഡു ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടി അല്പം കടലമാവ് എടുക്കാം. ഉപ്പ്, ഏലക്കപ്പൊടി അല്പം ചേർത്ത് വെള്ളവും ഒഴിച്ച് നമുക്ക് നന്നായിട്ട് കലക്കിയെടുക്കാം. അപ്പം ഇങ്ങനെ വേണം, ഇത്ര വെള്ളത്തിൽ വേണം കലക്കിയെടുക്കാനായിട്ട്. ഉണക്കമുന്തിരിയാണ്, അത് വറുത്ത് കോരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന പൊടി കുറേശ്ശെ ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് വറുത്തെടുക്കാം. ഇങ്ങനെ അത് നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. ഇത്രയും വറുത്താൽ മതി. ഇനി നമുക്കത് കോരിയെടുത്ത് നന്നായിട്ട് ആറിക്കഴിയുമ്പോൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. നമ്മൾ കോരി വെച്ചിട്ടുണ്ട്, നന്നായിട്ട് ആറി നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് മിക്സിയിൽ അടിച്ച് നമുക്കതൊന്ന് ചെറുതായിട്ട് അടിച്ചെടുത്താൽ മതി. ഒത്തിരി പൊടിക്കണ്ട, കുറച്ച് മിക്സിയിൽ ഇങ്ങനെയൊന്ന് ആക്കിയെടുത്താൽ മതി. ഓക്കെ. ഇനി നമുക്ക് അരക്കപ്പ് പഞ്ചസാര ഒരു ശകലം വെള്ളം ഒഴിച്ച് പാനിയാക്കി എടുക്കാം. പഞ്ചസാര നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ആ പൊടിയും പൊടിച്ച് വെച്ചിരിക്കുന്നതും നമ്മുടെ മുന്തിരിങ്ങയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ നമുക്കത് കൈ പൊള്ളാത്ത പോലത്തെ ഒരു ആറി വരുമ്പോഴത്തേക്കും നമുക്കത് ഉരുട്ടിയെടുക്കാം ലഡു പോലെ. അപ്പോൾ നമ്മുടെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്, ചൂടുണ്ട് പൊള്ളണം, എന്നാലും ചൂടോടെ ഉരുട്ടിയാലേ അത് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ഉരുട്ടി എടുത്ത് നമുക്ക് ഓരോ മുന്തിരിയും കൂടി ഇങ്ങനെ വെച്ച് കൊടുത്ത് എല്ലാം അതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പം നമ്മുടെ ലഡു റെഡിയാണ്. നല്ല രുചിയുള്ള ലഡുവാണ്. അതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, താങ്ക് യു. നല്ല ടേസ്റ്റുള്ള നല്ല സാധനം കണ്ടോ. സൂപ്പർ, നല്ല